കണ്ണൂർ അടൂരിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ വീട്ടിൽ കയറി കീഴ്പ്പെടുത്തി പോലീസ്. പ്രതി സുഹൈലിനെ വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിച്ചു എന്ന് കുടുംബം ആരോപിച്ചു. പ്രതിയെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കസ്റ്റഡിയിലിരിക്കെ ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച പ്രതി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഏത് സാഹചര്യത്തിലാണ് ഇയാളെ വീട്ടിൽ കയറി, അതും ഇപ്പോൾ കുടുംബം പറയുന്നത് പോലെ ക്രൂരമായി മർദ്ദിച്ച് കീഴ്പ്പെടുത്തി, അങ്ങനെ ഒരു സാഹചര്യം വന്നത് എങ്ങനെയാണ്? അനുജ, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മലപ്പുറം മങ്കട പോലീസ് സ്റ്റേഷനിലാണ് ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുഹൈലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി എന്നതാണ് ഈ കേസിന് ആധാരമായിട്ടുള്ള സംഭവം. ആ കേസിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയാണ് മങ്കട പോലീസ് സ്റ്റേഷനിലെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ കണ്ണൂർ അടൂരിലെ ഈ സുഹൈലിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തി അതായത് ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. സുഹൈലിൻ്റെ മാതാവും പിതാവും മറ്റു ബന്ധുക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇവരോടൊന്നും ഒരു സൂചന പോലും നൽകാതെ നേരിട്ട് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എന്നതാണ് ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ആ മുറിയിലുണ്ടായിരുന്ന കിടപ്പുമുറിയിലുണ്ടായിരുന്ന സുഹൈലിനെ ക്രൂരമായി മർദ്ദിച്ചാണ് കീഴ്പ്പെടുത്തിയത് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ പോലീസ്, അതായത് മയിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ മങ്കട പോലീസ് ഈ സുഹൈലിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി സഹായം തേടിയിരുന്നു. സുഹൈൽ ഈ കസ്റ്റഡിയിൽ വഴങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. ബലം പ്രയോഗിച്ച് തിരിച്ചും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ് മയിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ സുഹൈലിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. അതിനുശേഷം മയിൽ പോലീസ് സ്റ്റേഷനിൽ സുഹൈലിനെ എത്തിച്ചു. സുഹൈൽ സ്റ്റേഷനിലെ ബാത്റൂമിൽ വെച്ച്, അതായത് ശുചിമുറിയിൽ വെച്ച് ഈ ടോയ്ലറ്റ് ക്ലീനർ കുടിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സുഹൈലിനെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ള അവിടെ ചികിത്സയിലാണ്. ബന്ധുക്കൾ എന്തായാലും ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.